എൻ്റെ കൊച്ചച്ഛനാണ് നെയ്യാറ്റിൻകര മോഹനചന്ദ്രൻ. അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ഞാൻ 15 വർഷമായിട്ട് സംഗീതം അഭ്യസിച്ചുകൊണ്ട്. അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ഈ ഗുരുകുല സമ്പ്രദായത്തിൽ പഠിക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത ഞാൻ മനസ്സിലാക്കിയത്. രാവിലെ 9 മണിയാകുമ്പോഴത്തേക്കും നെയ്യാറ്റിൻകരയിലേക്ക് കരമനയിൽ നിന്ന് ബസ് കയറി നെയ്യാറ്റിൻകര ഇറങ്ങി അവിടെ നിന്ന് വഴുതൂരിലേക്ക് ഏകദേശം 1.5 കിലോമീറ്റർ നടന്ന് അവിടെ എത്തി സാറിൻ്റെ കൂടെ ഇരുന്ന് 1-2 കൃതികളൊക്കെ പഠിച്ച് അവിടെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിഞ്ഞ് പിന്നെയും കൃതികളൊക്കെ പഠിച്ച് അങ്ങനെ വൈകുന്നേരം തിരിച്ച് അവിടെ നിന്ന് ബസ് കയറി നെയ്യാറ്റിൻകര ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് അവിടെ നിന്ന് തിരിച്ച് തിരുവനന്തപുരത്ത് വരുന്ന ഒരു രീതി ഒത്തിരി വർഷം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വർഷങ്ങളിലൊക്കെ എനിക്ക് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സംഗീതത്തിൻ്റെ ലോകം അദ്ദേഹം എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും വളരെ റെയറായിട്ടുള്ള രാഗങ്ങൾ അതെങ്ങനെ ഉപയോഗിക്കാം. മാത്രമല്ല അദ്ദേഹവും കമ്പോസ് ചെയ്തിട്ടുണ്ട് പാട്ടുകൾ. അപ്പോൾ ഒരു കമ്പോസർ എന്നുള്ള നിലയിലും എങ്ങനെ ഈ റെയറായിട്ടുള്ള രാഗങ്ങൾ ഉപയോഗിച്ച് നമുക്ക് പാട്ടുകൾ ചെയ്യാം എന്നുള്ളത് സത്യത്തിൽ അദ്ദേഹത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കി എടുത്ത ഒരു രഹസ്യമാണ്. കൂടാണ്ട് അദ്ദേഹത്തിന് ഏകദേശം 5000-ഓ 6000-ഓ കൃതികൾ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. വേറെ ആർക്കും തന്നെ കേട്ടിട്ടില്ലാത്ത കൃതികളായിരുന്നു, അതും റെയർ രാഗങ്ങളുള്ള. അതിൽ പല കൃതികളും ഒരുപക്ഷെ അദ്ദേഹത്തിൽ നിന്നും ഞാൻ 5% മാത്രമേ അദ്ദേഹത്തിന് അറിയാവുന്നതിന് 5% മാത്രമേ അദ്ദേഹത്തിൽ നിന്ന് പഠിച്ചിട്ടുള്ളൂ. പക്ഷേ ഈ 5% അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയത് ഞാൻ എന്നും എൻ്റെ മനസ്സിൽ ഒരു ട്രഷറായി തന്നെ ഞാൻ സൂക്ഷിക്കുന്നു. എൻ്റെ എൻജിനീയറിംഗ് വിദ്യാഭ്യാസ കാലത്തേക്ക് നമുക്കൊന്ന് തിരിച്ചു പോകാം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കൊല്ലം TKM കോളേജ്, TKM എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ അകത്തുള്ള അങ്കണത്തിലാണ്. ഇവിടെ എൻ്റെ ജീവിതത്തിലെ ഒട്ടേറെ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള അതേസമയം ഒട്ടേറെ വളരെ ആനന്ദകരമായ പല കാര്യങ്ങളും സാക്ഷ്യം വഹിച്ച ഒരു കോളേജാണ്. ഒരുപക്ഷെ ഇതിൻ്റെ ചുമരുകൾ എൻ്റെ കരച്ചിലും എൻ്റെ ചിരിയും ഒക്കെ ഓർക്കുന്നുണ്ടാവാം എന്ന് തോന്നുന്നു. ഇന്ന് എൻ്റെ കൂടെ TKM എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഈ അങ്കണത്തിൽ ഒത്തിരി വർഷത്തിന് ശേഷം 12 വർഷത്തിന് ശേഷം എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ ഗുരുനാഥൻ ശ്രീ നാസുദ്ദീൻ. അദ്ദേഹം TKM എഞ്ചിനീയറിംഗ് കോളേജിൽ മാത്തമാറ്റിക്സ് പ്രൊഫസറാണ്. പിന്നെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നത് ഒരു മനുഷ്യൻ ആകാനായിട്ട്, ഒരു വിദ്യാർത്ഥിയിൽ നിന്നും മാറി മെച്ചോർഡായിട്ട് ഒരു മനുഷ്യനായി നല്ല മനുഷ്യനാവാൻ എന്നെ ഒരുപാട് അഡ്വൈസ് തന്ന്, പിന്നെ എന്നെ ഒരുപക്ഷെ ഞാൻ എഞ്ചിനീയറിംഗ് പാസ്സാവാൻ തന്നെ കാരണക്കാരൻ സാറാണ് എന്ന് പറയേണ്ടി വരും ഒരുപക്ഷെ. അപ്പോൾ സാറിനെയും നമുക്ക് ഇവിടെ വെച്ച് പരിചയപ്പെടാം. നമസ്കാരം സാർ. ഇത്രയും നല്ലൊരു കലാകാരൻ ഒരു എഞ്ചിനീയറിംഗ് ഫീൽഡിൽ വരികയും എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം പൂർത്തിയാവുന്ന കൂട്ടത്തിൽ തന്നെ ഇദ്ദേഹത്തിലൊരു നല്ല കലാകാരൻ അല്ലെങ്കിൽ ഒരു സംഗീത വാസനയുള്ള ഒരാളായിട്ട് അവസാനിക്കണമെന്നൊരു താല്പര്യം മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു അഡ്വൈസ് തരികയും ഒരിക്കൽ ചെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, ഞാനൊരിക്കലും ഒരു എഞ്ചിനീയർ ആവില്ല, ഞാനൊരു ഒരു സംഗീത ഫീൽഡിലോട്ട് പോകാനാണ് എനിക്ക് ഇപ്പോഴും താല്പര്യം, ഞാൻ അതിലോട്ട് പോകത്തേ ഉള്ളൂ. അപ്പോഴും നമ്മൾ അഡ്വൈസ് ചെയ്തിരുന്നു, നിങ്ങളൊരു വിദ്യാർത്ഥിയാണ്, വിദ്യാർത്ഥി ജീവിതത്തിൽ നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യണം, സൈമിൾട്ടേനിയസ് ആയിട്ട് നിങ്ങളുടെ സംഗീതം കൊണ്ടുപോവുകയും വേണം എന്ന് പറയുകയും എന്തായാലും ജയചന്ദ്രൻ തൻ്റെ വിദ്യാർത്ഥി ജീവിതം വളരെ നന്നായിട്ട് അവസാനിപ്പിച്ചു, നല്ല രീതിയിൽ പാസ്സായി. അതേപോലെ തന്നെ സംഗീത ലോകവും വളരെ നല്ല രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റി. അപ്പോൾ അതുകൊണ്ട് അതിന് വളരെയധികം സന്തോഷം ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ജയചന്ദ്രൻ്റെ ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ എനിക്കുണ്ട്. ഇത് ഞാൻ പഠിച്ച ഇലക്ട്രിക്കൽ മെഷീൻസ് ലബോറട്ടറി. ഇതിപ്പോൾ ഇവിടെ പൂട്ടിയിരിക്കുകയാണ്. എനിക്ക് അതുകൊണ്ട് കുറച്ച് സന്തോഷമുണ്ട്. കാരണം ഇപ്പോഴും എനിക്ക് അതിൻ്റെ അകത്തോട്ട് നോക്കാൻ പേടിയാണ്. കാരണം എത്രയോ പ്രാവശ്യം ഇതിൻ്റെ വെളിയിൽ ഒന്നുമില്ല റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്യാത്തതിന്, അല്ലെങ്കിൽ എക്സ്പെരിമെൻറ്റ് കറക്റ്റായിട്ട് ചെയ്യാത്തതിന്, അല്ലെങ്കിൽ ആബ്സെൻ്റ് ആയതിന് ഒക്കെ വെളിയിൽ നിൽക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്.
പക്ഷെ അതാണെങ്കിൽ കൂടി എന്നെ ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ച ഒരു ലാബാണ്. ഈ റൂമും എനിക്ക് സുപരിചിതമാണ്. ഞാൻ പഠിക്കാൻ ഭയങ്കര മിടുക്കനായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് സാറ് വിളിച്ച് ഓരോ കൊട്ട് തരാറുണ്ട്. സാർ പറയും, എന്താ കഴിഞ്ഞ എക്സാമിന് മാർക്ക് കുറവായിരുന്നല്ലോ. അല്ലെങ്കിൽ ചിലപ്പോൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, സംഗീതം നല്ലതാണ്, കീപ്പ് അപ്പ് മ്യൂസിക്, പക്ഷേ പഠിക്കുകയും കൂടെ വേണം എന്നും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ റൂമിൻ്റെ ഒരു പ്രത്യേകത, എൻ്റെ അച്ഛൻ ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് ഡെപ്യൂട്ടേഷനിൽ വന്നിട്ട് ഈ കോളേജിൽ 1961 തൊട്ട് 68 വരെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഇരുന്ന എൻ്റെ അച്ഛൻ ഈ റൂമിൽ പ്രൊഫസർ ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ട് അക്കാലത്ത് ഇരുന്നിട്ടുണ്ട്.